ഹായ് എല്ലാ 9ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ഏതാണ് ആറ്റത്തിൻ്റെ ഘടനയാണ് അല്ലേ. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ വിലയിരുത്താം എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കടന്നു പോകുന്നത് കേട്ടോ. ഇനിയും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടേ. അതേപോലെ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നോക്കിയാലോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കാഥോഡ് രശ്മിയുമായി ബന്ധപ്പെട്ട ചില പരീക്ഷണങ്ങളുടെ നിരീക്ഷണങ്ങൾ നൽകിയിരിക്കുന്നു. ഓരോ നിരീക്ഷണത്തിൻ്റെയും അനുമാനം എഴുതുക. എഴുതാൻ പറ്റുമല്ലോ. അതിലെ ക്വസ്റ്റ്യൻ എന്താണ്? കാഥോഡ് രശ്മിയുടെ പാതയിൽ വെച്ച നേർത്ത ഇതളുകളുള്ള ചക്രം കറങ്ങുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? കാഥോഡ് രശ്മികളിലെ കണങ്ങൾക്ക് മാസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എഴുതി വെക്കുക കേട്ടോ. എന്താ എഴുതേണ്ടത്? മാസ് ഉണ്ട് കേട്ടോ. കാഥോഡ് രശ്മിയിലെ കണങ്ങൾക്ക് എന്തുണ്ട്? മാസ് ഉണ്ട് എന്ന് മൊത്തം എഴുതണം കേട്ടോ. കാഥോഡ് രശ്മികളുടെ കണങ്ങൾക്ക് മാസ് ഉണ്ട് എന്ന് മൊത്തം എഴുതി വെക്കുക. രണ്ടാമത്തെ എന്താണ്? കാഥോഡ് രശ്മികളുടെ പാതയിൽ ഒരു വസ്തു വെച്ചാൽ നിഴലുണ്ടാകുന്നു. നിഴലുണ്ടാകുന്നതിന് കാരണം എന്താണ്? കാഥോഡ് രശ്മികളിലെ കണങ്ങൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ഏത് രേഖയിലാണ്? നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ എഴുതേണ്ടത്? കാഥോഡ് രശ്മിയിലെ കണങ്ങൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. കാഥോഡ് രശ്മിയിലെ പാതയ്ക്ക് ലംബമായി ഒരു വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ അത് പോസിറ്റീവ് പ്ലേറ്റിനടുത്തേക്ക് വ്യതിചലിക്കുന്നു. എന്താ കാരണം എന്ന് പറയുന്നത്? കാഥോഡ് രശ്മിയുടെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. കാഥോഡ് രശ്മിയുടെ ചാർജ് എന്താണ്? നെഗറ്റീവാണ് കേട്ടോ. കാഥോഡ് രശ്മിയുടെ ചാർജ് നെഗറ്റീവാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ 16, മാസ് നമ്പർ 32 ആണ്. ഇനി ചോദിച്ചേക്കുന്നത് എന്താണ്? ഈ ആറ്റത്തിൻ്റെ എത്ര ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവ അടങ്ങിയിരിക്കുന്നു? കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. സിമ്പിളാണ് അല്ലേ. എത്രയാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്? എത്രയാണ് പറഞ്ഞേ? പ്രോട്ടോൺ എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ 16 ആയതുകൊണ്ട് പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നതും എത്ര തന്നെയാണ്? 16 ആണ്. നെക്സ്റ്റ് ഇലക്ട്രോണും എത്ര തന്നെയാണ്? 16 തന്നെയാണ് അല്ലേ. ഇലക്ട്രോൺ എന്ന് പറയുന്നതും 16 ആണ്. നെക്സ്റ്റ് അടുത്തത് എന്താണ്? ന്യൂട്രോൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ മതി അല്ലേ. മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആറ്റോമിക് നമ്പർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 16 ആണെന്ന് കിട്ടും കേട്ടോ. ഈ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. എഴുതാൻ പറ്റുമല്ലോ. ഏത് വെച്ചിട്ടാണ് എഴുതേണ്ടത്? ആറ്റോമിക് നമ്പർ 16 ആണല്ലേ, അത് വെച്ചിട്ടാണ്. 2, 8, 6 എന്ന് വരും അല്ലേ. കെ എന്ന് പറയുന്ന ഷെല്ലിൽ 2 ഇലക്ട്രോണ്, എല്ലിൽ 8 ഇലക്ട്രോണ്, എമ്മിൽ എത്ര ഇലക്ട്രോണാണ്? 6 ഇലക്ട്രോണ്. ഇതിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കുക. ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം നമുക്ക് ചിത്രീകരിക്കാൻ പറ്റുമല്ലോ. എങ്ങനെയാണ് നമ്മൾ ചിത്രീകരിക്കുന്നത്? ജസ്റ്റ് ഞാനിവിടെ താഴെ കാണിച്ചു തരാം കേട്ടോ. അവിടെ വരയ്ക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ്. ആദ്യം ഞാൻ എന്ത് ചെയ്തു? നടുക്ക് ജസ്റ്റ് ഒരു വൃത്തം വരച്ചു. അതിൻ്റെ പി എന്നും എൻ എന്നും എഴുതി കേട്ടോ. പിയും പിന്നെ അതേപോലെ എന്താ എഴുതിയേക്കുന്നത്? എൻ എന്നുമാണ് എഴുതിയേക്കുന്നത്. ഇവിടെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 16 ആണ് അല്ലേ. ആറ്റോമിക് നമ്പർ എത്രയാണ്? 16. ഇലക്ട്രോൺ വിന്യാസം 2, 8, 6 എന്നാണ് വരുന്നത്. പിയുടെ എണ്ണം എന്ന് പറയുന്നത് 16 ആണ്. ഇനി ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. അത് രണ്ടും ഞാൻ ആദ്യം ഉള്ളിൽ എഴുതി. നെക്സ്റ്റ് ഒരു വൃത്തം കൂടെ വരച്ചു കേട്ടോ. ഒരു വൃത്തം കൂടെ വരച്ചു. ആദ്യത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 2 ഇലക്ട്രോൺ ആണ് അല്ലേ. അപ്പോൾ 2 എണ്ണം കൊടുത്തു കേട്ടോ. 2 ഡോട്ട് കൊടുക്കുക. നെക്സ്റ്റ് അടുത്ത് ഒരു വൃത്തം കൂടെ വരയ്ക്കുക. രണ്ടാമത്തെ ഷെല്ല് എന്ന് പറയുന്നത് ഏതാണ്? കെ കഴിഞ്ഞിട്ട് എൽ ആണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 ഇലക്ട്രോൺ ഉണ്ട്. 2, 3, 4, 5, 6, 7, 8 ഇലക്ട്രോൺ ആയല്ലോ. നെക്സ്റ്റ് അടുത്തത് ഏതാണ്? മൂന്നാമത്തെ ഷെല്ല് ഏതാണ്? കെ എൽ എം അല്ലേ. കെ വരച്ചു, എൽ വരച്ചു, ഇനി ലാസ്റ്റ് വന്ന് എം ആണ്. എമ്മിൽ എത്ര എണ്ണം ഉള്ളത്? 6 എണ്ണം. അപ്പം 2, 4, 6 ഡോട്ടിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പോൾ എത്ര ഇലക്ട്രോൺ ആയി? 6 ആയി. ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിച്ചിട്ടുണ്ട്. റെഡിയാണോടാ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം അല്ലേ. ഒരാറ്റത്തിൻ്റെ കെ എൽ എം എന്നീ ഷെല്ലുകളിൽ ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ ഏതൊക്കെ ഷെല്ലിലാണ് ഇലക്ട്രോൺ ഉള്ളത്? കെയിലുണ്ട്, പിന്നെ ഏതാണ്? എല്ലിലുണ്ട്, പിന്നെ ഏതാണ്? എമ്മിലുണ്ട് അല്ലേ.
ഈ ഷെല്ലുകളിൽ അതിൽ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, ഈ ഷെല്ലുകളിൽ ഏറ്റവും ഊർജ്ജം കൂടിയ ഷെല്ല് ഏത്? എം ആണ് കേട്ടോ. എം ഷെല്ലിൽ 3 ഇലക്ട്രോണുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ എഴുതുക. അപ്പോൾ നമുക്ക് ആദ്യം ആറ്റോമിക് നമ്പർ എഴുതുന്നതിന് മുന്നേ തന്നെ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കണം കേട്ടോ. കെ, എൽ, പിന്നെ ഏതാണ് എം. എമ്മിൽ എത്ര ഇലക്ട്രോൺ ആണ്? 3 ഇലക്ട്രോൺ ആണ് എങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേ കെയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 8 ഇലക്ട്രോൺ ഉണ്ടാവും. ഇനി കെയിലല്ലേ, എല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടാവും. കെയിൽ എത്ര ഉണ്ടാവുക? 2 ഇലക്ട്രോൺ ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോൺ ആറ്റോമിക് നമ്പർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടെ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോൾ എത്രയാണ്? 13 എന്ന് കിട്ടും കേട്ടോ. 13ാമത്തെ മൂലകം ഏതാണ്? അലുമിനിയം ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റിനോട് പോയാലോ? സി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഇലക്ട്രോണുകളുടെ എണ്ണം ആറ്റോമിക് നമ്പർ എത്രയാണോ അത്രയും തന്നെയായിരിക്കും ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഈ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ 16 ന്യൂട്രോണുകളാണ് ഉള്ളതെങ്കിൽ ഇതിൻ്റെ മാസ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. പ്രോട്ടോണിൻ്റെ എണ്ണവും അതേപോലെ തന്നെ ന്യൂട്രോണിൻ്റെ എണ്ണം കൂടെ കൂട്ടുന്നതിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 13 ആണ്. 13 പ്ലസ് എത്ര വരും? 16 എന്ന് വരും അല്ലേ. 13 പ്ലസ് എത്രയാണ്? 16. അപ്പോൾ 13നെ 16 കൊണ്ട് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 29 എന്ന് കിട്ടും കേട്ടോ. എത്ര കിട്ടുന്നത്? 29 എന്ന് കിട്ടും. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഒരു 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ആറ്റത്തിലെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിച്ചിരിക്കുന്നു. കൊടുത്തിരിക്കുന്ന കണ്ടില്ലേ? ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം എന്ത് ചെയ്തിട്ടുണ്ട്? ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ ആറ്റത്തിൻ്റെ മാസ് നമ്പർ എത്രയാണ്? മാസ് നമ്പർ കണ്ടുപിടിക്കുക അല്ലേ. എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ നടുക്ക് പ്രോട്ടോണിൻ്റെ എണ്ണം ന്യൂട്രോണിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി അല്ലേ. 13 പ്ലസ് 14 എന്ന് പറയുന്നത് എത്രയാണ്? 4 പ്ലസ് 3 എന്ന് പറയുന്നത് 7 കിട്ടും. 2 അല്ലേ. അപ്പോൾ എത്രയാണ്? 27 എന്ന് വരും. ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറ്റൂ അല്ലേ. നമുക്ക് പ്രോട്ടോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇല്ല, ആറ്റോമിക് നമ്പർ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 13 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് എഴുതിയാൽ മതി അല്ലേ. കെ എന്ന് പറയുന്ന ഷെല്ലിൽ 2 ഇലക്ട്രോണ്, എല്ലിലാണെങ്കിൽ 8 ഇലക്ട്രോണ്, എമ്മിലാണെങ്കിൽ എത്രയാണ്? 3 ഇലക്ട്രോണ്. ടോട്ടൽ എത്ര വരുന്നത്? 13 ആണ് അല്ലേ. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 13 ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ വിന്യാസം എന്ത് വെച്ചിട്ടാണ് എഴുതേണ്ടത്? ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുതേണ്ടത്. ഈ മൂലകങ്ങളുടെ പ്രതീകങ്ങൾ ചില മൂലകങ്ങളുടെ പ്രതീകങ്ങൾ നൽകിയിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് കേട്ടോ. ഇവയിൽ നിന്ന് ഒരു ജോഡി ഐസോടോപ്പുകളെ തിരഞ്ഞെടുക്കുക. എന്തായിരുന്നു ഐസോടോപ്പുകളിൽ നിന്ന് എന്ന് വെച്ചാൽ എന്താണ്? ആറ്റോമിക് നമ്പർ സെയിം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ ഇതിന് പേര് കൊടുക്കാം കേട്ടോ. എ, ബി, സി, ഡി, ഇ എന്ന് പേര് കൊടുത്തു. ആദ്യം തന്നെ നോക്കിക്കേ, ആറ്റോമിക് നമ്പർ ആർക്കൊക്കെയാണ് സെയിം? ആറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ താഴെ കിടക്കുന്ന നമ്പേഴ്സിനെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് 6 ആണ്, ഇതും എത്ര തന്നെയാണ്? 6 ആണ് അല്ലേ. ബിയും ഡിയും എത്ര തന്നെയാണ്? 6 തന്നെയാണ്. അപ്പോൾ ഐസോടോപ്പ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ ഡിഫറൻറ്റുമായിരിക്കും. ശരിയല്ലേ. ആറ്റോമിക് നമ്പർ ബിയുടെയും ഡിയുടെയും സെയിം ആണ്. പക്ഷെ മാസ് നമ്പർ ഒരാളുടെ 12ഉം ഒരാളുടെ എത്രയാണ്? 14ഉം ആണ് അല്ലേ. അപ്പോൾ ഏതാണ്? ബിയും അതേപോലെ ഡിയും എഴുതാലോ. ഇനി ഇതിന് കാരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണ്? ആറ്റോമിക് നമ്പർ തുല്യമാണ്, മാസ് നമ്പർ എന്താണ്? ആറ്റോമിക് നമ്പർ തുല്യം. മാസ് നമ്പർ എന്താണ്? മാസ് നമ്പർ വ്യത്യസ്തമാണ് കേട്ടോ. മാസ് നമ്പർ വ്യത്യസ്തം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനോട് പോയാലോ? തന്നിരിക്കുന്ന മൂലകളിൽ നിന്ന് ഒരു ജോഡി ഐസോബാറുകൾ തിരഞ്ഞെടുക്കുക. എന്താ ഐസോബാർ എന്ന് വെച്ചാൽ എന്താണ്? മാസ് നമ്പർ തുല്യമാണ്. ഇവിടെ മാസ് നമ്പർ ആർക്കൊക്കെ തുല്യം? എക്കും ഇക്കും തുല്യമാണ് അല്ലേ. മാസ് നമ്പർ ആർക്കൊക്കെ തുല്യം? എക്കും ഇക്കും. അപ്പം നിങ്ങൾ ആ കൂടെ തന്നെ എഴുതി വെക്കണേ. ആറ്റോമിക് നമ്പർ വ്യത്യസ്തവും മാസ് നമ്പർ തുല്യമാകുന്നതിനെയാണ് നമ്മൾ ഐസോബാറുകൾ എന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ പഠിക്കേണ്ട. ഐസോടോപ്പും ഐസോബാറും കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോവും. അപ്പോൾ ഐസോടോപ്പ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ മറ്റേത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എക്സാമിന് എന്തായാലും ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമേ. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ, ബി എന്ന കോളങ്ങളിൽ അനുയോജ്യമായ രീതിയിൽ ചേർത്തെഴുതുക. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. പ്ലം പുഡിംഗ് മാതൃകയാണ് ഫസ്റ്റ്. ആരാണ് പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത്? ജെ തോംസൺ ആണ് അല്ലേ. നെക്സ്റ്റ് അടുത്ത് ഏതാണ്? സൗരയുധ മാതൃക. ആരാണ് സൗരയുധ മാതൃക? ആരാണ്? റദർഫോർഡ് ആണ് കേട്ടോ. അടുത്തത് കനാൽ രശ്മി ആരാണ്? ഗോൾഡ് സ്റ്റെൻ ആണ്. നെക്സ്റ്റ് അടുത്തത് ന്യൂട്രോൺ കണ്ടുപിടിച്ച ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഏതാണ് 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും 15, 31 എന്നിങ്ങനെയാണ്. അപ്പോൾ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 15. മാസ് നമ്പർ എന്ന് പറയുന്നത് 31 ആണ് അല്ലേ. ഈ ആറ്റത്തിലെ ബാഹ്യതം ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? അപ്പം ബാഹ്യതം ഇലക്ട്രോണുകളുടെ എണ്ണം അറിയണമെങ്കിൽ ആദ്യം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കണേ. എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്? എത്ര വരും? 2, 8,
5 എന്ന് വരും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബാഹ്യതം ഇലക്ട്രോൺ എന്ന് വെച്ചാൽ എന്താണ്? ഏറ്റവും ലാസ്റ്റ് എടുക്കുന്ന ഇലക്ട്രോൺ അല്ലേ എടുത്ത് എഴുതേണ്ടത്. ലാസ്റ്റ് എടുക്കുന്ന ഇലക്ട്രോൺ എത്രയാണ്? 5 ആണ്. ഇതിൽ എത്ര ന്യൂട്രോണുകൾ അടങ്ങിയിരിക്കുന്നു? ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടുന്നത്? 16 എന്ന് കിട്ടും കേട്ടോ. എത്ര കിട്ടുന്നത്? 16 എന്ന് കിട്ടും. അടുത്തത് ഈ മൂലകത്തിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കാൻ പറ്റുമല്ലോ. ആറ്റോമിക് നമ്പർ നമുക്കറിയാം, അതേപോലെ തന്നെ ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. ആദ്യം നമ്മളൊരു വൃത്തം വരച്ചു. അതിലെന്താ എഴുതിയത്? പിയും അതേപോലെ എന്നും എഴുതി അല്ലേ. പി എന്ന് വെച്ചാൽ എന്താണ്? പ്രോട്ടോണിൻ്റെ എണ്ണമാണ്. പ്രോട്ടോൺ എന്ന് പറയുന്നത് 15 ആണ്. ന്യൂട്രോൺ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 16 ആണ് എന്ന് കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് അടുത്തത് കെ എന്ന് പറയുന്ന ഷെല്ല്. ഒരു വൃത്തം വരച്ചു. കെ എന്ന് പറയുന്ന ഷെല്ലാണ് 2 ഇലക്ട്രോൺ. കെയിൽ എത്ര ഇലക്ട്രോൺ ആണ്? 2 ആണ്. നെക്സ്റ്റ് ഒരു ഷെല്ലൂടെ വരച്ചു. എത്ര ഇലക്ട്രോൺ ആണ്? 8 ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ 1 2 3 4 5 6 7 8 ഇലക്ട്രോൺ ആയിട്ടോ. വരയ്ക്കുമ്പോൾ വൃത്തിക്ക് വരയ്ക്കണം നിങ്ങളെ. നെക്സ്റ്റ് അടുത്ത ഏതാണ്? ഷെല്ല് എം ആണ്. 5 ഇലക്ട്രോൺ ആണ്. 1 2 3 4 5 ഇലക്ട്രോൺ കേട്ടോ. എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 5 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് മായ്ക്കുകയാണേ അടുത്ത ക്വസ്റ്റിനോട്ട് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വൃത്തിക്ക് വരയ്ക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഒരു മൂലകത്തിൻ്റെ ഐസോടോപ്പ് ഉപയോഗിക്കുന്നു. ഏതാണ് ആ മൂലകം? കാർബൺ 14 ആണ് കേട്ടോ. ഏതാണ്? കാർബൺ 14 ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കാർബൺ 14. ഈ മൂലകത്തിൻ്റെ 2 പ്രധാന ഐസോടോപ്പുകൾ ഏതൊക്കെയാണ് 2 പ്രധാന ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്? കാർബൺ 12 ഒരു ഐസോടോപ്പാണ്. കാർബൺ 13 അതിൻ്റെ ഒരു ഐസോടോപ്പാണ്. കാർബൺ 14 എന്ന് പറയുന്നത് അതിൻ്റെ ഐസോടോപ്പാണ് കേട്ടോ. ഇതിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ് കേട്ടോ. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 6 അല്ലെങ്കിൽ 6 വീതമാണ്. ഇതിൻ്റെ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഫസ്റ്റ് വണ്ണിൻ്റെ ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? ആ മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറച്ചാൽ എത്ര കിട്ടും? ഇവിടെ ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ്. രണ്ടാമത്തെ ആളുടെ ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 7 ആണ്. മൂന്നാമത്തെ ആളുടെ ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 6 7 8 ആണ് അല്ലേ. ശരിയല്ലേ? ഒന്നാമത്തെ ആളുടെ 12 നിന്ന് 6 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 6 എന്ന് കിട്ടും. 13 നിന്ന് 6 മൈനസ് ചെയ്താൽ 7 എന്ന് കിട്ടും. 14 നിന്ന് 6 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് എന്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത്? ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് വൃത്തിക്ക് എഴുതുക കേട്ടോ. ഇത് സി ആണ്. ഇത് ക്വസ്റ്റ്യൻ നമ്പർ സി. ഇത് ക്വസ്റ്റ്യൻ നമ്പർ ഏതാണ്? ബി ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. കാരണം നമ്മുടെ ഓണം എക്സാമിന് ഈ ഒരു പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കാണുക കേട്ടോ. ഇനിയും നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മിസ്സിനെ അറിയിക്കണേ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം.